തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് കഴിഞ്ഞു. ഫലം കാത്തിരിക്കുകയാണ് എല്ലാവരും. അതിനു മുമ്പ് തന്നെ മുസ്ലിം ലീഗിന്റെ ഭീഷണി വന്നിരിക്കുന്നു. ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്? കോൺഗ്രസ് നേതാക്കളെ. കോൺഗ്രസ് നേതാക്കൾ എന്ന് പ്രത്യേകം പറയുന്നില്ല എങ്കിലും മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്നവർ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ സൂക്ഷിക്കണം. ഇതാണ്. അതിലൊരു ഭീഷണിയുണ്ട്, അതിലൊരു മുന്നറിയിപ്പുണ്ട്. PMA സലാമാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല പറഞ്ഞത്. ഇത് പാർട്ടിയുടെ അഭിപ്രായമാണ്. പാർട്ടി കൂടിയാലോചിച്ചാണ് പറയുന്നത് എന്നുകൂടി പറഞ്ഞു വെച്ചു PMA സലാം. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ അഭിപ്രായമാണ്, മുസ്ലിം ലീഗിന്റെ നിലപാടാണ് പറഞ്ഞത്. PMA സലാം ആ വാക്കുകൾ കേൾക്കാം. അല്ല, ഒരു മുന്നണിയുടെ കെട്ടുറപ്പും ഐക്യവും ഭദ്രതയൊക്കെ നിലനിർത്താൻ എല്ലാ അതിലെ ഘടകകക്ഷികളായ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന UDFന്റെ നേതാക്കന്മാർ, അതിലെ വിവിധ ഘടകകക്ഷികളുടെ നേതാക്കന്മാരൊക്കെ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അത്യാവശ്യം അവരിയ്ക്കുന്ന സ്ഥാനത്തെക്കുറിച്ചെങ്കിലും ഒന്ന് ഓർമ്മയാവണം. അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയെയും മുന്നണിയെയും കുറിച്ച് ഓർമ്മ വേണം. അത് മുസ്ലിം ലീഗിൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം നമ്മൾ കൂടുതൽ ഐക്യവും കെട്ടുറപ്പൊക്കെ ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തേണ്ടുന്ന ഒരു അവസരമാണിത്. ആ അവസരത്തിൽ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ പാടില്ല ആരായിരുന്നാലും. അല്ല, മുസ്ലിം ലീഗ് അടക്കം എല്ലാ ഘടകകക്ഷികൾക്കും ഇത് ബാധകമാണ്. ഈ കഴിഞ്ഞ ദിവസം പല വിധത്തിലുള്ള പ്രസ്താവനകൾ വരുന്നുണ്ട്. പലപ്പോഴും അതിൽ അപക്വമായ പ്രസ്താവനകൾ പ്രധാന നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരുന്നു. അപ്പോൾ അല്പം കൂടി ഒരു യോജിപ്പ് നേതാക്കളുടെ ഇടയ്ക്കെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കൾക്കിടയിലെങ്കിലും വേണമെന്ന് ലീഗ് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും പാർട്ടിക്കകത്തും പാർട്ടികൾ തമ്മിലും ഐക്യം വേണമെന്ന് ആഗ്രഹിക്കാത്തവരാരാളുള്ളത്? ആ ഐക്യമല്ലേ UDFന്റെ ശക്തി. ആ ഐക്യം ഉണ്ടാകുമ്പോഴല്ലേ ജനങ്ങൾ UDFന്റെ കൂടെ നിൽക്കുള്ളൂ. ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ട് UDFന് നിലനിൽക്കാൻ കഴിയൂ. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മ വേണം. നിങ്ങൾ സൂചിപ്പിച്ച പോലെ അപ്പൊക്കം എന്ന് പറയുന്ന പ്രസ്താവന തന്നെ ആരും നടത്താൻ പാടില്ലല്ലോ. ആരെങ്കിലും നടത്തി എന്നല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത്. നടത്താൻ പാടില്ല. ലീഗാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മറ്റേത് ഘടകകക്ഷിയാണെങ്കിലും പ്രസ്താവനകൾ അവരവരുടെ സ്ഥാനത്തിനും മഹിമക്കൊക്കെ യോജിച്ചതായിരിക്കണം. തെരഞ്ഞെടുപ്പിന്റെ അന്നാണ് KPCC പ്രസിഡന്റിനെ പ്രതിപക്ഷ നേതാവ് തള്ളി പറയുന്നത്. അല്ല, അങ്ങനെ തള്ളി പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാവാൻ പാടില്ല എന്നൊരു പൊതു തത്വം മാത്രമേ ഞാൻ പറഞ്ഞോളൂ. മുസ്ലിം ലീഗിന്റെ ഭീഷണിക്ക് പിറകിൽ ചില കാര്യങ്ങളുണ്ട്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അദ്ദേഹം അതിൻ്റെ കൂടെ ഒരു കാര്യവും കൂടി പറഞ്ഞിരുന്നു. വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ട് എന്ന്, ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമുണ്ട് എന്ന്. വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും UDFന് ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാറിൽ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ് ഇല്ല എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസിനോട് പറയുകയാണ്, മിണ്ടാതിരിക്കണം, ഒരുപാട് വർത്തമാനം പറയരുത്. നേതാക്കളോടാണ് പറയുന്നത്, മുസ്ലിം ലീഗാണ്. അതും ഇത് വിളിച്ചു പറയരുത്. പ്രസ്താവന നടത്തുമ്പോൾ അതിൽ കൃത്യമായ ഗൗരവം കാണിക്കണം എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. ആരോടാണ്? KPCC പ്രസിഡന്റിനോടാണ്, UDFന്റെ കൺവീനറോടാണ്, പ്രതിപക്ഷ നേതാവിനോടാണ്. രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റിനോടാണ്. അവരുടെ പേര് പറയുന്നില്ല. ഈ പ്രസ്താവന ഞങ്ങൾക്കും ബാധകമാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് PMA സലാം, മുസ്ലിം ലീഗിന്റെ നേതാവ്. എന്തുകൊണ്ടാണ് ഇത്ര ധൈര്യം കിട്ടുന്നത് മുസ്ലിം ലീഗിന് എന്ന് വെച്ചാൽ UDF മുസ്ലിം ലീഗിന്റെ കയ്യിലായി കഴിഞ്ഞു. UDFൽ തീരുമാനമെടുക്കുന്നത് മുസ്ലിം ലീഗായി കഴിഞ്ഞു. UDF പൂർണ്ണമായും മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും കയ്യിലായി കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ പറയാറുണ്ട്, മുസ്ലിം ലീഗിനെയും UDFനെയും ഇപ്പോൾ നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. UDFന് ആശയപരമായ നേതൃത്വം കൊടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ചേർന്ന് കഴിഞ്ഞാൽ UDFൽ കോൺഗ്രസ് പോലും അപ്രസക്തമാകും. വടക്കൻ കേരളത്തിൽ മാത്രമായിരിക്കും UDFന് എന്തെങ്കിലും മേൽക്കൈ ഉണ്ടാകുക. അത് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രം. ഇത് നന്നായി അറിയാം മുസ്ലിം ലീഗിന്.
അതുകൊണ്ട് തന്നെയാണ് ഭീഷണിപ്പെടുത്തുന്നത്. UDF നിന്ന് മുസ്ലിം ലീഗ് മാറി നിന്നാൽ മുസ്ലിം ലീഗ് ഇപ്പോൾ മത്സരിക്കുന്ന സീറ്റുകളിലെല്ലാം ഒരുപക്ഷെ ഒറ്റയ്ക്ക് മത്സരിച്ചാലും ജയിക്കാൻ കഴിയും മുസ്ലിം ലീഗിന്. എന്നാൽ കോൺഗ്രസിനോ? മുസ്ലിം ലീഗ് മാറി നിന്നാൽ കോൺഗ്രസിന് 10 സീറ്റ് പോലും കിട്ടില്ല. കേരളത്തിൽ 10 സീറ്റ് പോലും കിട്ടില്ല. ഇത് കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം. അത് നന്നായി അറിയുന്നത് മുസ്ലിം ലീഗ് നേതാക്കൾക്കാണ്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ഇത്തരം ഭീഷണികൾ മുഴക്കുമ്പോൾ മൗനം പാലിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ, മിണ്ടാതിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ. അതും ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രം UDF പിടിച്ചു നിൽക്കും. മറ്റിടങ്ങളിൽ കോൺഗ്രസും UDFും വൻ തകർച്ചയെ നേരിടാൻ പോകുന്നു. ഈ വസ്തുത നന്നായി അറിയാം മുസ്ലിം ലീഗിന്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്ന്, വെൽഫെയർ പാർട്ടിയും ചേർന്ന് ഭീഷണിപ്പെടുത്തുന്നത് കോൺഗ്രസിനെ, UDFിലെ മറ്റു ഘടകകക്ഷികളെ. മുസ്ലിം ലീഗാണ് UDFിലെ ഒന്നാം കക്ഷി എന്ന് പറയാതെ പറയുകയാണ് ചെയ്തത് PMA സലാം.